അങ്ങനെ ഇന്നത്തോടു കൂടി 2025 അവസാനിക്കാൻ പോവുകയാണ്. നാളെ മുതൽ 2026 തുടക്കമാവും. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. 2025 ലാലേട്ടന് ഒട്ടേറെ റിലീസുകളാണ് ഉണ്ടായിരുന്നത്. റീ റിലീസ് ചിത്രങ്ങളും ഇൻഡസ്ട്രി ഹിറ്റ് സിനിമകളും ഉണ്ടായിരുന്നു. അതിനിടയിൽ വൃഷഭ, ബബ്ബബ്ബ, കണ്ണപ്പ എന്നീ സിനിമകളൊക്കെ വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് കളക്ഷനൊന്നും നേടാതെ ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ സ്റ്റാറ്റസിലേക്ക് പോയി. ഇതിൽ വൃഷഭ അന്യഭാഷ സിനിമയാണ്. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് പലർക്കും നേരത്തെ അറിയായിരുന്നു. പിന്നെ കണ്ണപ്പ സിനിമയിൽ 5-3 മിനിറ്റ് മാത്രമാണ് ലാലേട്ടൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലാലേട്ടൻ്റെ സിനിമയായിട്ട് നമുക്കത് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ബബ്ബബ്ബ ദിലീപ് നായകനായ സിനിമയാണ്. പിന്നെ ഇതെല്ലാം ലാലേട്ടന് കണ്ണ് തട്ടാതിരിക്കാൻ 2025 വന്ന സിനിമകളായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ലാലേട്ടൻ്റെ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം റിലീസിനെത്തിയ സിനിമ എമ്പുരാനായിരുന്നു. എമ്പുരാൻ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 266 കോടിയോളം രൂപയാണ് കളക്ഷൻ നേടിയത്. ഈ വർഷം മോളിവുഡിലെ ഏറ്റവും വലിയ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമയായിട്ട് എമ്പുരാൻ മാറുകയും ചെയ്തു. ഒരുപക്ഷെ പോസിറ്റീവ് റിവ്യൂസാണ് സിനിമയ്ക്ക് ആദ്യം വന്നിരുന്നെങ്കിൽ 400 അല്ലെങ്കിൽ 500 കോടി രൂപയോളം കളക്ഷൻ സിനിമയ്ക്ക് വരേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ മിക്സ്ഡ് റിവ്യൂസാണ് സിനിമയ്ക്ക് ആദ്യ ദിനം വന്നത്. തുടരും 2025 നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു തുടരും സിനിമയുടെ കളക്ഷൻ വന്നത്. തുടരും സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് സ്ലീപ്പർ സെൽസ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയത്. ആദ്യ ദിനം പോസിറ്റീവ് റെസ്പോൺസ് സിനിമയ്ക്ക് വന്നത് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ ഇത്രത്തോളം ഉയരാൻ കാരണമായത്. ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 233 കോടിക്ക് മുകളിലാണ് തുടരും സിനിമ കളക്ഷൻ നേടിയത്. ഹൃദയപൂർവ്വം ലോക എന്ന സിനിമ ഓപ്പോസിറ്റ് ഇല്ലായിരുന്നെങ്കിൽ 100 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടേണ്ട ഒരു സിനിമയായിരുന്നു ഹൃദയപൂർവ്വം. കാരണം സിനിമയ്ക്ക് ആദ്യ ദിനം പോസിറ്റീവ് റെസ്പോൺസാണ് വന്നത്. തുടരും സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടിയാണ്. എമ്പുരാൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനും ലോക സിനിമ ബ്രേക്ക് ചെയ്തിരുന്നു. ഹൃദയപൂർവ്വം പോലൊരു ഫീൽ ഗുഡ് സിനിമ 75 കോടിയോളം രൂപ കളക്ഷൻ നേടിയെന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. പിന്നെ റീ റിലീസുകളിൽ വൻ വിജയങ്ങൾ നേടിയ ചോട്ടാ മുംബൈ, രാവണപ്രഭു എന്നീ സിനിമകളും ഈ വർഷം വൻ കളക്ഷനാണ് നേടിയത്. ഈ വർഷം ഇറങ്ങിയ ലാലേട്ടൻ്റെ സിനിമകളുടെ ആകമൊത്തം കളക്ഷൻ കൂട്ടുമ്പോൾ ഏകദേശം 600 കോടിയോളം ഉണ്ടാവും. ഇനി 2026 ഇതിലും ഡബിൾ ഇരട്ടി കളക്ഷനും മികച്ച സിനിമകളും ലാലേട്ടൻ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.